2025 വർഷത്തിലെ പുണർതം നക്ഷത്രത്തിന്റെ വിഷുഫലം നോക്കാം. പുണർതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാനത്തെ കാൽഭാഗം കർക്കിടകക്കൂറിലും പെടുന്നു. മേടവിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പുണർതം നക്ഷത്രം അവസാന ശൂലത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ്. അതിനാൽ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും. രോഗഭീതികൾക്കെതിരെ ജാഗ്രത വേണം. വർഷത്തിന്റെ പകുതി പിന്നിടുന്നതോടെ രോഗാരിഷ്ടങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി ആരോഗ്യം നിലനിർത്താൻ കഴിയും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ തോതിൽ കാര്യം തടസ്സം അനുഭവപ്പെടുന്നതുപോലെ തോന്നും. എന്നാൽ പകുതിക്കുശേഷം കൂടുതൽ ഭാഗ്യാനുഭവങ്ങളാണുണ്ടാവുക. ജോലി രംഗത്ത് അംഗീകാരം, ഉയർന്ന പദവി തുടങ്ങിയവയും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷകളിലും മറ്റും ഉയർന്ന വിജയം നേടാൻ കഴിയും. കുടുംബിനിമാർക്കു മനസ്സിനു സന്തോഷം തോന്നുന്ന അനുഭവങ്ങളും ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കാണും. എങ്കിലും വരുമാനത്തിനനുസരിച്ച് ചെലവു നിയന്ത്രിക്കാൻ ശീലിക്കണം. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്ന നാളുകളായിരിക്കും. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധിയിലൊന്നും പെടുകയില്ല. വർഷത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ചില ദിവസങ്ങളിൽ ശരീരം സുഖം കുറയും. ശ്രദ്ധാപൂർവമായ ജീവിതചര്യയിലൂടെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. വരുമാനത്തിൽ അല്പം വർധന കാണപ്പെടും. ജോലിയിൽ നേട്ടമുണ്ടാകും. പ്രവർത്തനരംഗത്തു നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. മറ്റുള്ളവരുമായി ഇടപെടുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയും. കുടുംബത്തിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും. ഉയർന്ന പദവികൾ ലഭിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. ദീർഘദൂരയാത്രകൾക്ക് അവസരം ലഭിക്കും. കുടുംബക്ഷേത്രത്തിൽ ദർശനം പതിവാക്കുക.